നമസ്കാരം, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ബാറ്ററി ചാർജറുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും കറൻറ്റ് കൺട്രോൾ ചെയ്യാവുന്ന, എത്ര വലിയ ബാറ്ററിയും ചാർജ് ചെയ്യാവുന്ന, ഓവർ ഹീറ്റ് ആകാതെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വളരെ ഒരു സിമ്പിൾ സർക്യൂട്ടാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരുപാട് ചാർജറുകളെക്കുറിച്ച് നേരിട്ട് കേട്ടിട്ടുണ്ട്, ഏത് സൈസുള്ള ബാറ്ററികൾ ചാർജ് ചെയ്യുന്നതിനും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എത്ര വലിയ ബാറ്ററിയും കറൻറ്റ് കൺട്രോളോട് കൂടി ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു സിമ്പിൾ സർക്യൂട്ടാണ്. ഇതെൻ്റെ ഡിസൈനല്ല, ഒരു ചൈനീസ് സർക്യൂട്ടിൽ മോഡ്യൂളിൽ കണ്ടത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായി 5-6 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട്. സാധാരണ എല്ലാ ബാറ്ററി ചാർജറുകളുടെയും ഒരു പ്രത്യേകത നമുക്ക് കറൻറ്റ് കൺട്രോൾ ചെയ്യുക എന്നത് എളുപ്പമല്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ചാർജ് കൺട്രോളിൻ്റെ ഒരു പ്രത്യേകത, എത്ര ആംപിയറിൽ ബാറ്ററി ചാർജ് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന SCRൻ്റെ സൈസ് ഉപയോഗിച്ച് എത്ര ആംപിയറിൻ്റെ ബാറ്ററി വേണമെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാം. ഈ സർക്യൂട്ട്, കൺട്രോൾ സർക്യൂട്ട് മാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ സർക്യൂട്ടിലേക്ക് നമുക്ക് നേരെ കിടക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് 6 ട്രാൻസിസ്റ്ററുകൾ മാത്രമുള്ള വളരെ സിമ്പിളായ ഒരു സർക്യൂട്ടാണ്. നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ AC സപ്ലൈയെ DC ആക്കി മാറ്റി ഒരു ഫ്യൂസിലൂടെ ഈ ബാറ്ററിയിലൂടെ കടത്തി വിടുകയാണ്. ബാറ്ററിയുടെ കറൻറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഈ 25 ആംപിയറിൻ്റെ ഈ SCR ആണ്. ഈ SCRൻ്റെ ഗേറ്റിലേക്ക് വരുന്ന പൾസസിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് ഈ ബാറ്ററിയുടെ പോകുന്ന കറൻറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ഈ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തൂടെയുള്ള സർക്യൂട്ടിൻ്റെ വയറിൻ്റെ വണ്ണം അല്പം കൂടുതലായിരിക്കും, കാരണം ബാറ്ററിയുടെ കറൻറ്റ് മുഴുവനും അതിലൂടെയാണ് പോവുക. ഈ സർക്യൂട്ട് വർക്ക് ചെയ്യാനുള്ള പവർ കിട്ടുന്നത് ഈ ബാറ്ററിയുടെ DC പവറിൽ നിന്നാണ്. ഒരു ഡയോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കറിയാം, ഈ ഒരു പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ബാറ്ററിക്ക് അക്രോസ് ആയിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ LED നമുക്കറിയാം, ഇതിൽ നിന്ന് വരുന്ന വോൾട്ടേജാണ് പുറത്തേക്ക് വന്ന് ഇവിടെ ഒരു റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 10-14 വോൾട്ടിൻ്റെ ഒരു സിഗ്നൽ ഡയോഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഫയറിംഗ് പൾസ് അഡ്ജസ്റ്റ് ആകുന്നത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ വളരെ സിമ്പിളായിട്ട് ഇവിടെ ഒരു 5 വോൾട്ട് സിഗ്നൽ ഡയോഡ്, ഒരു സാധാരണ ഡയോഡുമാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ 5 വോൾട്ട് എന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ ഇവിടെ പ്രത്യേകത, ഈ ബാറ്ററി എത്ര വോൾട്ടിൻ്റെ ബാറ്ററി വേണമെങ്കിലും ഇത് ചാർജ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് അതനുസരിച്ച് മാറ്റിയാൽ മതി. ഇവിടെ ഞാൻ 20 വോൾട്ട് 20 ആംപിയറിൻ്റെ ട്രാൻസിസ്റ്ററാണ്, ഒരു 50 ആംപിയറിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മെറ്റൽ ഡയോഡായിട്ട് നമുക്ക് കിട്ടുന്ന വലിയ ബ്രിഡ്ജ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ. പിന്നെ ഇതിനോട് എക്സ്ട്രാ അഡീഷണൽ സർക്യൂട്ട് എന്ന് പറയുന്നത്, ബാറ്ററിയുടെ റിവേഴ്സ് വോൾട്ടേജ്, റിവേഴ്സിൽ ആരെങ്കിലും ബാറ്ററി കണക്ട് ചെയ്താൽ ഈ LED കത്തും. അതിനുവേണ്ടിയാണ് ഒരു ഡയോഡും LEDയും സീരീസ് ഇട്ടിട്ട് ഒരു സർക്യൂട്ട് ബാറ്ററിക്ക് റിവേഴ്സായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ ബാറ്ററി തിരിച്ച് കണക്ട് ചെയ്താൽ ഈ LED കത്തും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ബാറ്ററി തിരിച്ചാണ് കണക്ട് ചെയ്തതെന്ന്. അപ്പം ആദ്യത്തെ ഈ സർക്യൂട്ടിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര വോൾട്ടിൻ്റെ ബാറ്ററിയാണോ കണക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് 10-12 വോൾട്ടിൻ്റെ ബാറ്ററി ആകാം, 24 വോൾട്ടിൻ്റെ ബാറ്ററി ആകാം. 24 ആണെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ വലിപ്പം അനുസരിച്ച് കൂട്ടണം, വോൾട്ടേജ് കൂട്ടേണ്ടി വരും. ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി കണക്ട് ചെയ്ത് വെച്ചിട്ട് ഈ പൊട്ടൻഷ്യോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് ഈ LEDനെ ഓൺ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഈ LED ഓൺ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പൊട്ടൻഷ്യോമീറ്റർ ആ ബാറ്ററിയുടെ ആ വോൾട്ടേജ് വരെ ആയിരിക്കും ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ എത്ര വോൾട്ടിൻ്റെ ബാറ്ററി, നിങ്ങൾക്ക് ബാറ്ററി ഇല്ലെങ്കിൽ ഇവിടെ ആദ്യം, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ സർക്യൂട്ട് 14 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി 14 വരെയാണ് ചാർജ് ചെയ്യേണ്ടതെങ്കിൽ, ഒരു എക്സ്റ്റേണൽ DC സപ്ലൈയിൽ നിന്ന് ഈ ബാറ്ററിയുടെ സ്ഥാനത്ത് 14 വോൾട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പൊട്ടൻഷ്യോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് ഈ LED ഓൺ ആക്കുക. അതിൻ്റെ അർത്ഥം ഈ ബാറ്ററി, ഈ സർക്യൂട്ട് 14 വോൾട്ട് ബാറ്ററി എത്തുമ്പോൾ ഈ SCR ഓഫ് ആകുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി 24 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഈ ബാറ്ററി ഇവിടെ നിന്ന് മാറ്റിയിട്ട് 24 വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈ കണക്ട് ചെയ്യുക. 24 ബാറ്ററിയുടെ ഫുൾ ചാർജ് എത്രയാണോ നമുക്കറിയാം. 24 വോൾട്ടിൻ്റെ ബാറ്ററി നമുക്ക് 24 വോൾട്ട് വരെയല്ല ചാർജ് ചെയ്യുക, 28 30 എത്ര വോൾട്ട് വരെയാണോ നിങ്ങൾക്ക് ചാർജ് ചെയ്യേണ്ടത് ആ 30 വോൾട്ട് ഇവിടെ സപ്ലൈ കൊടുത്തിട്ട് ഈ പൊട്ടൻഷ്യോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് ഈ LED ഓൺ ചെയ്യണം. ഈ LED ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കുക, അതുവരെ അത്രയും വോൾട്ടേജ് വരെയായിരിക്കും ഈ ബാറ്ററി ചാർജിങ് നടക്കുക. അതിനുശേഷം അത് റിമൂവ് ചെയ്തിട്ട് ഒറിജിനൽ ബാറ്ററി നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ബാറ്ററിയുടെ ചാർജിങ് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി ബാറ്ററിയുടെ ചാർജിങ് കറൻറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ 10 ഗോയുടെ പൊട്ടൻഷ്യോമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഈ പൊട്ടൻഷ്യോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് എത്ര ആംബിയറിൽ ചാർജിങ് നടക്കണം, നിങ്ങൾക്ക് ഇതിൻ്റെ സീരീസ് ആയിട്ട് ഒരു അമീറ്റർ ഇടാം. ഈ അമീറ്റർ ഇതിൻ്റെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് കാണാൻ പറ്റും എത്ര ആംബിയറിലാണ് ബാറ്ററിയുടെ ചാർജിങ് കറണ്ട് നടക്കണമെന്ന്. ഇപ്പോൾ എത്ര വലിയ ബാറ്ററി ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലത്തെ ഒരു സിമ്പിൾ PCBയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് അസംബിൾ ചെയ്യാം. 5-6 ട്രാൻസിസ്റ്ററും കുറച്ച് റെസിസ്റ്ററും മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഇതാണ് നമ്മളുടെ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യോമീറ്റർ. ഈ പൊട്ടൻഷ്യോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് LED ഓൺ ചെയ്യുക. അപ്പോൾ LED ഓൺ ചെയ്യുമ്പോൾ അത്രയും വോൾട്ടേജ് വരെയായിരിക്കും ഇത് സർക്യൂട്ട് വർക്ക് ചെയ്യുക. അപ്പം ഈ സർക്യൂട്ട് PCBയിൽ ഡിസൈൻ ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ബോർഡിൽ അസംബിൾ ചെയ്യുക. അധികം കമ്പോണൻസ് ഇല്ല, വളരെ കുറച്ച് കമ്പോണൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ. ഞാനിത് ECEDA സോഫ്റ്റ്വെയർ ഉപയോഗിച്ചൊന്ന് വരയ്ക്കാനായിട്ട് ശ്രമിച്ചു. അപ്പം അതാണ് ആ സർക്യൂട്ട് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ട്രാൻസിസ്റ്ററും ഈ ഒരു 30 ആംപിയറിൻ്റെ ഫ്യൂസും. ആദ്യത്തെ സർക്യൂട്ട് ക്ലിയറായി മനസ്സിലാക്കാത്തവർക്ക് ഈ സർക്യൂട്ട് നോക്കിയാൽ മതിയാവും. അപ്പം ഈ പൊട്ടൻഷ്യോമീറ്റർ ഈ ചാർജിങ് കറൻറ്റ് കണക്ട് ചെയ്യാനുള്ള ഈ ആംബിയർ നിങ്ങൾക്ക് ആവശ്യത്തിന് ആംബിയർ കിട്ടുന്നില്ലെങ്കിൽ ഇതിന് സീരീസ് ആയിട്ട് ഇട്ടിരിക്കുന്ന ഈ റെസിസ്റ്റൻസ് 4K7 അത് മാറ്റിയിടാവുന്നതാണ്. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആംബിയർ കൂട്ടാം. പിന്നെ ഈ തൈറിസ്റ്റർ SCR ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ആംബിയറിൻ്റെ തൈറിസ്റ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് ബാറ്ററിയുടെ ചാർജിങ് കറൻറ്റ് എത്ര വേണമെന്നതിനനുസരിച്ചിട്ടാണ്. നമുക്കറിയാം പല കറൻറ്റ് കപ്പാസിറ്റി ഉള്ള തൈറിസ്റ്ററുകൾ അല്ലെങ്കിൽ SCRകൾ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. ഇതാണ് നിങ്ങൾക്കറിയാം VRIA 5 എന്ന് പറഞ്ഞാൽ 50 ആംബിയറിൻ്റെ SCR ആണിത്. ഇത് ഹീറ്റ് സിങ്കിൽ നിങ്ങൾക്ക് മൗണ്ട് ചെയ്യാം. അതല്ല അതിൽ കുറഞ്ഞ ഈ TO220 TO247 ഉള്ള SCRകൾ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന നിങ്ങളുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ച് ഏത് ടൈപ്പ് തൈറിസ്റ്റർ അല്ലെങ്കിൽ SCR ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. പക്ഷേ സർക്യൂട്ടിന് ഒരു മാറ്റവും വരുന്നില്ല. വലിയ ബാറ്ററിയാണ് നിങ്ങൾ ചാർജ് ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് കൂട്ടുക, ബ്രിഡ്ജ് റെക്ടിഫയർ മാറ്റുക, SCR മാറ്റുക. ഇത്രയും മാത്രമേ മാറ്റുള്ളൂ. ബാക്കി സർക്യൂട്ടുകൾക്ക് യാതൊരു മാറ്റവുമില്ല. പിന്നെ ഇതിനകത്തൊരു എക്സ്ട്രാ ഒരു ഫീച്ചർ കൊടുത്തിരിക്കുന്നത് ഈ ട്രാൻസിസ്റ്ററിനെ ഷോർട്ട് ചെയ്യാനായിട്ടൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ ആവശ്യമില്ലെങ്കിൽ ഇതിനെ ബൈപ്പാസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഈ ബാറ്ററിയുടെ സ്ഥാനത്ത് ഒരു ബൾബാണ് കണക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ബൾബാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി കറൻറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ ഈ ബാറ്ററി ഇല്ലാത്തത് കൊണ്ട് ഈ സർക്യൂട്ട് ഈ പോർഷൻ വർക്ക് ചെയ്യുകയില്ല. കാരണം ബൾബ് ഈ സർക്യൂട്ടിന് പവർ കിട്ടുന്നത് ഈ ബാറ്ററിയിൽ നിന്നാണ്. പക്ഷേ ഈ ബാറ്ററിയുടെ സ്ഥാനത്ത് നിങ്ങൾ ബൾബ് കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഇത്രയും പോർഷൻ സർക്യൂട്ടിന് പവർ കിട്ടാത്തത് കൊണ്ട് ഈ താഴത്തെ കറൻറ്റ് കൺട്രോൾ വർക്ക് ചെയ്യില്ല. അങ്ങനെ വരുന്ന കേസിൽ ഈ സ്വിച്ച് ഓൺ ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് ഒരു ഇൻറ്റൻസിറ്റി കൺട്രോളറായിട്ടും വേണമെങ്കിൽ ഇതിനെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ബൾബിൻ്റെ ആംബിയർ കൺട്രോൾ ചെയ്യണമെങ്കിൽ ബാറ്ററി, നമ്മൾ സാധാരണ ഈ ബാറ്ററി ചാർജ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അല്ലാത്ത പക്ഷം ഈ കൺട്രോൾ, അതായത് വോൾട്ടേജ് കൺട്രോൾ കട്ട് ഓഫ് ആവശ്യമില്ലെങ്കിൽ ഈ സ്വിച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സാധാരണഗതിയിൽ ബാറ്ററി ചാർജിങ് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സർക്യൂട്ടാണ്. നിങ്ങൾ അസംബിൾ ചെയ്ത് നോക്കുക, ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം ഒരു പുതിയ വീഡിയോയുമായി.